ലോകരക്ഷിതാവിൻ്റെ രക്ഷയും കരുണയും സകല മനുഷ്യരിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സീറ പോൾ. വാക്കുകളിലൂടെ നമുക്കൊരു യാത്ര പോകാം. പോകുന്നത് ഭൂമുഖത്തിലൂടെ നടന്ന ഏറ്റവും നല്ല മനുഷ്യന്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കരുത്തരും സൽസ്വഭാവികളുമായ സഹപ്രവർത്തകരുടെ കൂടെയാണ്. ചെറിയ ചെറിയ കഥകളിലൂടെ വലിയ വലിയ പാഠങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള ഒരു ചെറിയ ശ്രമമാണ്. ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറയാം, കാരണം ആദ്യത്തെ ദിവസമാണല്ലോ. ഒന്ന്, നമ്മൾ സീറ നല്ല ആഴത്തിൽ പഠിച്ചു പോവുക എന്നുള്ളതല്ല. കാരണം നമുക്കറിയാം, നമ്മളുടെയൊക്കെ ഒരു നോളജ് ബേസ് എന്ന് പറയുന്നത് ആ ലെവലിലുള്ളതല്ലാത്തതുകൊണ്ട് ആ ഒരു പ്ലാൻ നടക്കില്ല. പകരം സീറയിലെ എൻ്റെ ചെറിയ വായനയും ചെറിയ കേൾവിയിലും ഉണ്ടായ ചെറിയ ചെറിയ കഥകൾ എടുത്തിട്ട് ആളുകളെ പറ്റുന്ന രീതിയിൽ ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുക, ആ വലിയ സീറ എന്നുള്ള ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, സീറയിലെ കഥകൾ കേൾക്കും. സീറയോടുള്ള ഇഷ്ടമുണ്ട്. കാരണം നമ്മളെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കളെ 3 കാര്യങ്ങളിൽ ഇഷ്ടം ഉണ്ടാക്കണം. ഒന്ന് ഖുർആനാണ്, നമുക്കറിയാം. രണ്ടാമത്തെ ഹദീസാണ്. മൂന്നാമത്തെയാണ് സീറ. നമ്മൾ എത്ര ആൾക്കാർ ഇതിന് മുന്നേ, ഇന്ന് ഇരിക്കുന്നതിന് മുന്നേ സീറ കേട്ട ആളുകൾ ഒന്ന് കൈവക്കാവോ? 1, 2, 3 കുറവായിരിക്കും. നാച്ചുറലാണ്. അതിപ്പം എന്നോട് തിരിച്ചു ചോദിച്ചാലും എനിക്ക് ആ കൈവക്കാനുണ്ടാവും. അനുഭവം അതാണ്. സാധാരണ നമ്മൾ ഖുർആൻ ഹദീസ് എന്നുള്ളതിൽ നിർത്തി വെച്ചിട്ട് സീറ എന്നുള്ളത് മലയാളികൾക്ക് അത്ര ഫെമിലിയർ അല്ല. കണ്ടത് കുറച്ചും കൂടെ യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആലിമുകളാണ്. ഇതിന്റെ വേറൊരു ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ, നമ്മുടെ മക്കളെ പറ്റി നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, ന്യൂജന് അള്ളാഹിനോടുള്ള ഇഷ്ടം, നബീനോടുള്ള ഇഷ്ടം, ഇസ്ലാമിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത്. ഇതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ, ലോകത്തിലുള്ള സകലമാന മോഡൽസിനെ അവരെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരവരെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന നഷ്ടം എന്താന്ന് വെച്ചാൽ, നമ്മളെ കയ്യിൽ ഏറ്റവും വലിയ മോഡലിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഈ മോഡലിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടെ ഈ സീറ പോഡിന്റെ ഉദ്ദേശമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് വരിക എന്നുള്ളത് ഞാൻ ഇതിന്റെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നോട്ട് ചെയ്ത് വെക്കണം പറ്റുന്നത്ര. കാരണം 20 മിനിറ്റിന് ശേഷം 10 മിനിറ്റ്സ് ഡിസ്കഷനാണ്. അവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. എൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ചെറിയ ബുക്കുകളുടെ വായനയും പിന്നെ യാസിർ ഖാലി, ഉമർ സുലൈമാൻ, ഇവർ രണ്ടുപേരാണ് ഞാൻ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ഒറേറ്റേഴ്സ്. അവരുടെ സീറ എപ്പിസോഡ്സ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പറ്റുമെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ 20 മിനിറ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രവാചകന്റെ ഒരു വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. രണ്ടാമത്തത് സീറ എന്ന് പറയുന്ന ബയോഗ്രഫിയുടെ സവിശേഷത. ഈ 2 സംഗതി അറിയുമ്പോഴാണ് നമ്മൾ കാലങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് എത്രത്തോളം വ്യക്തിപരമായിട്ട് വ്യത്യസ്തമാണ്, കൂടെ ജീവചരിത്രപരമായിട്ട് വ്യത്യസ്തമാണ്. ഇത് 2 വ്യത്യസ്തമാണ്. പക്ഷെ ഒരുപക്ഷെ നമ്മൾ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ജീവചരിത്രത്തിന്റെ ഒരു കേസ് എടുക്കാം. ആരുമായും കമ്പയർ ചെയ്യുമ്പോഴും വ്യക്തി, കുടുംബ, സോഷ്യൽ മേഖലകൾ എടുത്താൽ നബിയുടെ ലെവലിലേക്ക് എത്തുന്ന ഒരു വ്യക്തി പോലും ലോകത്ത് കഴിഞ്ഞു പോയിട്ടോ ഇനി വരാൻ പോകുന്നോ ഇല്ല. ഇതാണ് എൻ്റെ സത്യം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നബിയുടെ ജീവചരിത്രം എഴുതിയ ആളുകളുടെ ജീവചരിത്രം അത് നമുക്ക് അറിവുള്ളതാണ്. അവരൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നബിയുടെ ജീവചരിത്രം. ഹദീസിൽ അതിന്റെ ഒരു സ്ട്രിക്റ്റർ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ജീവചരിത്രമാകുമ്പോൾ അവരറിയും, അവർ സത്യസന്ധന്മാരായിരിക്കണം, നമ്മളുമായിട്ട് സംവദിക്കുന്നത് ഇസ്ലാമികമായിട്ടായിരിക്കണം. ഈ തരത്തില് ഒരു പേഴ്സണൽ പ്യൂരിഫിക്കേഷൻ നടത്തിയ ആളുകൾ വഴിയാണ് നമുക്ക് നബിയുടെ സീറകൾ കിട്ടുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട്. അത് ഏത് ഇസങ്ങളുടേതായാലും അവരുടേതൊക്കെ വ്യക്തി എന്നുള്ള സ്ഥലത്തിൽ അവർ വലിയ ഫൈറ്റേഴ്സും അല്ലെങ്കിൽ റവല്യൂഷണറി ടീംസ് ഒക്കെ ആയിരിക്കും, ഭയങ്കര വിപ്ലവകാരികളൊക്കെ ആയിരിക്കും, ഹൈ ലെവലിൽ നിൽക്കുകയായിരിക്കും. അത് സോഷ്യൽ സൈഡാണ്. അതൊന്ന് താഴേക്ക് വന്നിട്ട് കുടുംബം, വ്യക്തി എന്നുള്ളതിലേക്ക് വന്നാൽ മിക്കവാറും ഫ്ലോപ്പ് ആയിരിക്കും. ഒന്നുകിൽ ഭാര്യയായിട്ട് പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ
നമ്മൾ ആഗ്രഹിക്കാത്തൊരു തലത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാല് നബി അല്ലാത്ത ഏത് വ്യക്തിത്വത്തെ ജനറലൈസ് ചെയ്യാൻ ഞാൻ പറയുന്നത്, ജനറലി നമ്മൾ കാണുന്ന കുറെ ഹീറോസിന്റെ കാര്യം ഞാൻ പറയുന്നത്, അവരുടേതൊക്കെ സോഷ്യൽ ലെവലിന് താഴോട്ടേക്ക് വരുമ്പോൾ മിക്കവാറും നമ്മൾ അവരെ ഒഴിവാക്കും. നേരെ തിരിച്ച് നബീനെ പറ്റി ഇപ്പോൾ മൊത്തത്തിൽ ലോകത്തിന്റെ ഒരു റീഡിങ് എന്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമോഫോബിയ എന്നുള്ളതൊക്കെ. ഒരു പരിധി വരെ നമ്മൾ നെറ്റിൽ നോക്കിയാൽ എല്ലാ ദിവസവും ആയിരക്കണക്കിന് നബിക്കെതിരെയുള്ള വിമർശനങ്ങളും നെഗറ്റീവ് ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇൻഫർമേഷനെ എതിർക്കാൻ നമ്മൾ സത്യസന്ധമായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. അതാണ് ഇതിൻ്റെ ഒരു ക്രക്സ്. ഈ നബിയെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ വരാനുള്ള ഒരുപാട് കാരണമുണ്ട് കേട്ടോ. ഒന്ന്, ഒരു പരിധി വരെ അജ്ഞതയായിരിക്കും, കൂടുതൽ വായിച്ചിട്ടുണ്ടാകും, നമ്മൾക്കൊക്കെ പറ്റുന്ന അബദ്ധം. രണ്ടാമത്തത് കാരണമാവാൻ സാധ്യതയുള്ളത് അഹങ്കാരമായിരിക്കും. അതൊന്നും എനിക്ക് വേണ്ട, ഇയാളൊന്നും ശരിയല്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നതായിരിക്കും. പിന്നെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം ആളുകൾ എന്ന് പറഞ്ഞാൽ സോഴ്സസ് ചെക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് നബിയെ അറിയില്ലാതെ പോകുന്നുണ്ടാവും. എങ്ങനെയായാലും ബേസിക്കലി നമുക്ക് നബിയോട് സ്നേഹം വരണമെങ്കിൽ ഒരാളെ സ്നേഹിക്കാൻ അയാളെ പറ്റി അറിയൽ നിർബന്ധമാണല്ലോ. അറിയാതെ നമ്മൾ നമ്മുടെ റെഫറൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഡെയിലി ബേസിൽ നമ്മളെ വാക്ക്, നമ്മളെ പ്രവർത്തനം, നമ്മളെ ചിന്ത, ഈ 3 കാര്യങ്ങൾ നമുക്ക് നമ്മളെ മോഡൽ നബി ആണോ? നമ്മളോട് എല്ലാവരോടും ചോദിക്കും, നബി ആണോ 100%? അങ്ങനെ 100% പറയാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു 50%, 25%, 10%? 10%-ന് കീഴെയായിരിക്കും നമ്മൾ ആലോചിച്ചാൽ. എന്ന് പറഞ്ഞാൽ 24/7 അള്ളാന്റെ കൂടെ നിൽക്കുകയും 24/7 റസൂലിനെ മോഡൽ ആക്കുകയും ചെയ്യുന്ന നമ്മളൊരു അവസ്ഥയത് ഇൻട്രോസ്പെക്ഷന്റെ റിസൾട്ട് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ അറിയാത്ത നബിയെ പറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. നമുക്ക് നബിയെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അറിവുള്ളൂ. ആ നബിയെ അറിയാത്ത നബിയെ പറ്റിയാണ് 10% നമ്മൾ പറഞ്ഞത്. ഇനി ഇതെങ്ങാനും അറിഞ്ഞാൽ ആ 10% ഇങ്ങോട്ട് പതിക്കും. നിങ്ങൾ ആലോചിക്കും, നിങ്ങളല്ല നമ്മൾ അല്ലെ. ഇത്ര അറിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് 10% ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ ഇതിങ്ങനെ കടലോളം കിടക്കുകയാണ്. അപ്പൊ 10% എങ്ങോട്ടേക്ക് ചുരുങ്ങും എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കേണ്ടതുണ്ട്, ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മുടെ സീറ പോഡ് എന്നുള്ള ഈ ഒരു സീക്വൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ജീവചരിത്രത്തിന്റെ ഒരു രണ്ടാമത്തെ ഭാഗം വന്നാൽ വായിക്കുന്നതിനനുസരിച്ച് ആ നബിയോട് ഇഷ്ടം കൂടി വരും. നബിയെ ആലോചിച്ച് നമ്മൾ ഇഷ്ടം കൊണ്ടും ഒരുപക്ഷെ നബിയുടെ കഷ്ടതകൾ കാണില്ല. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട മനുഷ്യനാണ് നബി. അത് 2 കണ്ടിട്ട് നമ്മൾ കണ്ണു നിറയും. ഇഷ്ടം കൊണ്ടും നിറയും, നബിയോടുള്ള പരീക്ഷണങ്ങൾ കണ്ടും നിറയും. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ സാധാരണ കാണുന്ന ഹീറോസിന് പറ്റി അവരുടെ കൂടുതൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ, ഒരു മൈക്രോ അനാലിസിസിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഹീറോസ് സീറോസ് ആയിട്ട് മാറും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് നബിയുടെ ഇത്രയും തെറ്റിദ്ധാരണകൾ പരത്താൻ ആളുകൾ മെനക്കെടുന്നത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ആളുകൾ നബിയിലേക്ക് ആകൃഷ്ടരാകും. അപ്പൊ എങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് മൊത്തത്തിൽ ലോകത്തിന്റെ മെജോറിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് ജീവചരിത്രത്തിന്റെ ഭാഗമായിട്ട് സ്പെഷ്യലൈസേഷൻ എന്ന് പറയാൻ പറ്റുന്ന കാര്യമുള്ളത്. ഇനി വ്യക്തിത്വത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പാർട്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളാരാണ്? ആളാരാ? നബി തന്നെയല്ലേ. ഏറ്റവും കൂടെ പരീക്ഷണങ്ങൾ കിട്ടിയതോ അത് നബി തന്നെയാണ്. നമ്മളെ സീറ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും ലിസ്റ്റ് എഴുതുക. ഇപ്പൊ വാപ്പ മരിക്കുന്നു, ഉമ്മ മരിക്കുന്നു, മക്കൾ മരിക്കുന്നു, നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു, നമുക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു, നമ്മൾ ആളുകൾ വെറുക്കുന്നു, നമ്മൾ ആളുകൾ ഇഗ്നോർ ചെയ്യുന്നു, നമ്മൾ ആളുകൾ ചീത്ത പറയുന്നു, ഭ്രാന്തനെന്ന് വിളിക്കുന്നു, വെറുതെ കുട്ടികളടക്കം കളിയാക്കുന്നു, കല്ലെറിയുന്നു. നിങ്ങൾ സകലമാന സാധനങ്ങൾ മാക്രോ ലെവലുകൾ മൈക്രോ ലെവലുകൾ എല്ലാ പേഴ്സണൽ അറ്റാക്കും ലിസ്റ്റ് ചെയ്താൽ ആ ചെക്ക് ലിസ്റ്റിൽ ഒന്നുപോലും നബി അനുഭവിക്കാത്തുണ്ടാവും. ഇത് ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ മിക്കവാറും നമ്മുടെ ലൈഫിൽ തകർന്നു പോകുന്ന പല നിമിഷങ്ങളുണ്ടാവും. നമ്മളെ മക്കളാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ തന്തവൈപ്പ് പറയുന്ന കാലം അല്ലെ, നമ്മൾ തകർന്നു ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മക്കളെടുത്ത് പറയുമ്പോൾ അപ്പൊ അത് നടക്കൂല കേട്ടോ എന്ന് പറയുന്ന ഒരു വിഷമമുള്ള അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഏറ്റവും മോഡലായി കരുതുന്ന നബിക്ക്. പക്ഷേ
അവിടെ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, നബിയുടെ പാതയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഉറപ്പുവരുത്തണം. എന്നാലേ ആ ഒരു കഷ്ടനഷ്ടങ്ങൾക്ക് പടച്ചോൻ തരുള്ളൂ. അല്ലാതെ നേരത്തെ പറഞ്ഞത് ഇത്ര അറിയുകയും നമ്മൾ 10% എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതൊക്കെ സംഭവം നമ്മൾ ആലോചിക്കുകയും ചെയ്തു പോയാൽ അത് നമ്മൾ നഷ്ടത്തിലേക്ക് എത്തും. അവിടെയാണ് നമ്മളുടെ പഠനം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അള്ളാഹ് തന്നെ പറയുന്നുണ്ട്, നബിയെ പറ്റി നിങ്ങൾ പറയണം, നിങ്ങൾ ഓർക്കണം. നമ്മൾ 24/7 ആലോചിച്ച് നമ്മൾ എത്ര സമയം നബിയെ പറ്റി പറയാറുണ്ട്, ഓർക്കാറുണ്ട്. രാത്രി കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എത്ര നേരം ഞാൻ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. മറ്റൊന്ന് പറയുന്നത്, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ ഉടനെ നബിയെ പറ്റി പറയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇങ്ങനെ സകലമായ ഏരിയയിൽ ഖുറാനിലാണ് സകലമായ സ്ഥലത്തും അള്ളാഹിനെ പറ്റി പറഞ്ഞ ഉടൻ നബിയെ പറ്റി പറയും. ഇത്ര ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. അവിടെയാണ് നമ്മൾ നമ്മളെ പറ്റി പറയുമ്പോൾ ഒക്കെ നബിയെ പറ്റി പറയുന്നുണ്ടോ എന്ന് പറയാൻ നമ്മളെ സീക്വൻസ് ഉണ്ട് ലൈഫിൽ കൊണ്ടുനടക്കേണ്ടത്. അള്ളാഹ്, നബി, നമ്മളെ ഉമ്മ, നമ്മളെ ഉപ്പ, അതിന്റെ താഴെ ബാക്കിയൊക്കെ വരുള്ളൂ. ഈ സീക്വൻസിങ് നമ്മൾ ഡെയിലി ബേസിസിൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് ബുദ്ധിമുട്ടാണ് നടത്തി തീരാൻ, ആ പെർഫെക്ഷൻ. പക്ഷെ രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു വിഷമം വരണം, ഞാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അതെന്താ വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ കുറച്ചും കൂടി കറക്റ്റ് ചെയ്യിപ്പിക്കും, കുറച്ചും കൂടി നമ്മളെ നല്ല പാതയിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് പ്രൈസ് അല്ലാഹ്, രണ്ടാമത് സലാം ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ദിനേന ചെയ്യേണ്ട കാര്യമുള്ളത്. ഇനി നബിയുടെ വ്യക്തി എന്നുള്ള രീതിയിൽ പേരുകളിലേക്ക് വന്നാൽ, അള്ളാഹ് കൊടുത്ത കുറെ പേരുകളുണ്ട് നബിക്ക്. അതേപോലെ തന്നെ സഹാബ കൊടുത്ത പേരുകളുണ്ട്. 250ഓളം പേരുകൾ നബിക്കുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേര് വെച്ച് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. ഒന്ന് മുഹമ്മദ് ആണ്, മറ്റൊന്ന് അഹമ്മദ് ആണ്. നമ്മളെല്ലാവരും ഒരു 40 അല്ല 30+ ആൾക്കാരെ ഇരിക്കുന്ന വിചാരിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് ഈ മുഹമ്മദ് എന്താണ്, അഹമ്മദ് എന്താണ് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതോ ആ ഒരു സീക്വൻസ് ഇത് മുഹമ്മദ്, അത് അഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രേ പറഞ്ഞിട്ടില്ലേ? ഇത് നമ്മളെല്ലാവരും അവസ്ഥ കേട്ടോ. നബിയുടെ പേരിനെ പറ്റി പോലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിൽ വ്യത്യാസം ഇതാണ് പറയുന്നത്. ഒന്ന് മുഹമ്മദ് എന്ന് പറയുന്നതിൽ ക്വാണ്ടിറ്റി ഓർ ടൈംസ് ഓഫ് ഹംദ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് നബിയെ ഹംദ് ചെയ്യാത്ത ഒരു സെക്കൻഡ് പോലും ഇല്ല. നമ്മൾ ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് മാത്രം ആലോചിച്ചാൽ മതി. അതിന്റെ പിറകില് വിശ്വാസികളുടെ പ്രാർത്ഥന, വിശ്വാസികളുടെ നിസ്കാരം അടക്കമുള്ള സകലമാന കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ബാങ്ക് മാത്രം എടുത്താൽ നബിയുടെ പേര് നിലക്കുന്ന ഒരു നിമിഷം പോലും ഗ്ലോബലി ഇല്ല. ഇതൊരു അത്ഭുതം. നമ്മൾ ഖുർആനെ പറ്റിയൊക്കെ പറയുന്ന പോലെ നബി ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഇത് മാത്രം മതി നബിയുടെ അത്ഭുതത്തെ പറ്റി പറയാൻ. അതാണ് മുഹമ്മദ്, ക്വാണ്ടിറ്റി ഓർ ടൈംസ് എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര അളവിൽ ഇത് കാണിക്കുക ഹംദ് ചെയ്യപ്പെടുന്നുള്ളത്. രണ്ടാമത്തത് അഹമ്മദ് ആണ്. അത് ക്വാളിറ്റി ഓഫ് ഹംദ് ആണ്. നബിയെ അല്ലെങ്കിൽ നബിയെ ഓർക്കുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും ക്വാളിറ്റി. അവിടെ നമ്മളോട് ചോദിക്കണം, അത്ര ക്വാളിറ്റിയിൽ ഉള്ളിന്ന് ഇഷ്ടത്തോടെ ഇഷ്കോടെ നബിയെ പറ്റി നമ്മൾ പറയുകയും സലാം പറയുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. മദീനയിൽ പോകുമ്പോൾ പോലും നമ്മൾ എങ്ങനെയാണോ ആ തിരക്കൊക്കെ ഒഴിവാക്കി രക്ഷപ്പെടുക നമ്മൾ നോക്കുക. സ്നേഹമുണ്ട്. നമ്മളൊക്കെ ഈ പ്രണയം എന്നുള്ളത് നമ്മളൊക്കെ ജീവിതത്തിൽ കല്യാണം കഴിച്ച ആളുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. നമ്മളെ മക്കളായാലും വൈഫായാലും ഉമ്മയായാലും ഉപ്പയായാലും ഒക്കെ ഏറ്റവും സ്നേഹമുള്ള സ്ഥലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതി ഏറ്റവും സന്തോഷമുള്ള സംഗതിയായിട്ട് മാറും. ഈ അർത്ഥത്തിൽ അഹമ്മദ് എന്നുള്ള ക്വാളിറ്റി നമ്മൾ നമ്മളുടെ ഓർമ്മയിലും പറയലും വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തത്. മറ്റൊന്ന്, നബിയെ പറ്റി വ്യക്തിത്വത്തെ പറ്റി പറയുമ്പോൾ രണ്ട് പ്രധാന കാര്യമുണ്ട്. ഒന്ന്, നബിയുടെ ജനനം എന്ന് പറയുന്നത് അവസാന നാളിന്റെ ഒരു സൈനാണ്. എന്ന് പറഞ്ഞാൽ നബി ജനിച്ചു, നബി ആയി എന്ന് പറയുമ്പോൾ അവസാന നാൾ ഏറ്റവും അടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് സാധാരണ നമ്മൾ ആരും അറിയാതെ, എന്നെ സംബന്ധിച്ചത് ന്യൂ ഇൻഫർമേഷനാണ്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാന നാളിലേക്ക് പോകുന്നതിന്റെ ആദ്യത്താണ് നബിയുടെ ജനനം എന്നുള്ളത്, നബി ആവുന്നു എന്നുള്ളത്. രണ്ടാമത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബിയുടെ മരണമാണ് ഏറ്റവും വലിയ നഷ്ടം. നബിയുടെ മരണത്തെ പറ്റി പറയുമ്പോൾ വിങ്ങണം എന്നുള്ളതാണ്. കാരണം അത്രയും വലിയൊരു മനുഷ്യനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അല്ലെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് അന്നത്തെ മരണത്തിന്റെ സമയത്തൊക്കെ ഉമറുള്ളതിനൊക്കെ കൺട്രോൾ വിട്ടു പോകുന്നത്. അപ്പൊ ഏറ്റവും വലിയ നഷ്ടം, ഇതിൽ വലിയ നഷ്ടം വരാനില്ല എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ നമ്മള് ഇന്നത്തെ ജീവിതം നമുക്ക് നഷ്ടം വരികയാണ്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. നബിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിലും വലുത് എന്താണെന്നുള്ളത്.
ഇനി ഞാൻ കൺക്ലൂഷനിലേക്ക് പോവാണ്. ലാസ്റ്റ് 5 minutes. നബി എന്ന മനുഷ്യൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കഥകളിലൂടെ ഞാൻ പറയാം, അനുഭവങ്ങളിലൂടെ. ഒന്ന്, അനസറുല്ലാൻ എല്ലാവർക്കും അറിയാം അല്ലെ, ചെറുപ്പത്തിലെ നബീന്റെ കൂടെ കൂടിയ ആളാണ്. അനസറുല്ലാൻ ഒരു പ്രാവശ്യം ഒരു സാധനം വാങ്ങാനോ ആളുകളോട് എന്തോ കാണാനോ വേണ്ടി അനസറുല്ലാൻ കുട്ടിയായിട്ടും വിടുന്നുണ്ട് നബി. കുറെ കഴിഞ്ഞിട്ട് അനസിനെ കാണുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അനസ് കുട്ടികളോട് കളിക്കുകയാണ്. അപ്പൊ നബി മെല്ലെ ബാക്കിൽ കൂടെ ചെന്നിട്ട് ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കി, അനസ് എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പൊ അനസറുല്ലാൻ പറയാണ്, അന്ന് ഒരു പക്ഷെ നമ്മളൊരു പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ മക്കളെടുത്ത് അത്രയും സീരിയസ് ആയി ഇതാരാ പറഞ്ഞേക്കുന്നത്, നബി എന്ന് പറഞ്ഞാൽ ആരാണ്, രാജാവാണോ, അല്ലെങ്കിൽ ഇപ്പൊ ട്രംപ് എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ട്, അല്ലെങ്കിൽ ലോക നേതാക്കൾ, ഇത് ആലത്തിന്റെ നേതാവാണ് വരുന്നത്, ഈ മനുഷ്യന്മാർക്ക് വേണ്ടി അനുഗ്രഹമായി വന്ന മനുഷ്യൻ. ആ മനുഷ്യനാണ് ചെന്നിട്ട് ചെവിക്ക് പിടിച്ചിട്ട് കുട്ടിത്തം എന്ന് പറയുന്നത്. നബി ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ അതാണ്, നിങ്ങൾ കുട്ടികളുടെ കൂടെ ആവുമ്പോൾ കുട്ടിയാവാം ആണ് നബി കാണിച്ചു തരുന്നത്. അനസ് പറയാണ്, ഒരുപാട് കാലം നബിയുടെ കൂടെ ജീവിച്ചു, ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ഛേ എന്നോ മുഖം കറുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ട്. ഇതാണ് നബിയുടെ കുട്ടികളോടുള്ള ഒരു അനുഭവം. രണ്ടാമത്തത്, കുറെ ജൂതന്മാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കേഴ്സ് അപ്പോൺ യു എന്നാണ് എൻ്റെ അറബിയിലെ മീനിങ് പറയുന്നത്, കേഴ്സ്. അപ്പൊ നബി ഒന്നും പറയാതെ വഅലൈക്കും എന്ന് പറയാം. അപ്പൊ ഐഷറുള്ള ഇത് കേൾക്കുന്നുണ്ട്, ഐഷറിന്റെ ഉള്ളിൽ നിന്ന് ഇമോഷണലായി പ്രതികരിക്കുക, നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്, അത് ചിലപ്പോൾ നബി ഉള്ളിലേക്ക് കയറാൻ ഐഷറിനോട് പറയാണ്, അത് പറയണ്ട, കാരണം ഒരു ജെന്റിൽ മാൻ അല്ല, ജെന്റിൽ പേഴ്സൺ എന്ന് പറയുന്നത് ഇതിനൊന്നും മറുപടി പറയുന്ന ആളല്ല, കൊടുക്കേണ്ട രീതിയിൽ സന്തോഷത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആരും ചൂടാവേണ്ട കാര്യം. ഇത് നബിന്റെ ജെന്റിൽനെസ് ആണ്, നമ്മളെ ലൈഫിൽ കൊണ്ടു നടക്കേണ്ട ജെന്റിൽനെസ്. ഇപ്പൊ നിരന്തരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അടികൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും നബിയുടെ ജെന്റിൽനെസ് നമ്മൾ അറിയണം, അപ്പോഴാണ് ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക. മൂന്നാമത്തത്, മദീനയിൽ ഒരു പ്രാവശ്യം ഭയങ്കര ശബ്ദം ഉണ്ടാവുന്നുണ്ട്, ആൾക്കാരൊക്കെ പേടിച്ച് ഉമറുല്ലാൻ അടക്കമുള്ള ആളുകൾ കുതിരയായിട്ട് ഇറങ്ങി എന്താ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നബി അതൊക്കെ നോക്കി വേറെ കുതിരപ്പുറത്ത് നിന്ന് തിരിച്ചു വരും. ആ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, തിരിച്ചു പോയി സമാധാനത്തിൽ കിടന്നുറങ്ങിക്കോളും. ധൈര്യവാനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ധൈര്യമാണ്, അതാണ് ഇത്. അപ്പോ ആ മാൻലിനെസ് എന്നുള്ള സംഗതി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ഇനി തമാശകളുടെ കാര്യത്തിലാണെങ്കിൽ നബി പറഞ്ഞത്, തമാശ, ഹ്യൂമർ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിന്റെ കൂടെ, ഹ്യൂമാന്റെ കൂടെ ഉള്ളതാണ്. പക്ഷെ അത് പ്യുവർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. അപ്പൊ തമാശ പറയരുത് എന്നല്ല, ഏറ്റവും വൃത്തിയുള്ള നല്ല ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള തമാശകൾ പറയണം എന്നുള്ളതാണ്. അതിലൊരു അനുഭവം പറയണ്ട ഐഷ ബീവി. നബി മരിക്കാൻ പോകുന്ന സമയത്ത് ഈ മരണമെത്തുന്ന നേരത്ത് എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് കേട്ടുകൊണ്ട് നബിയുടെ അവസാന നിമിഷം എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് യാസിർ ഖാലിയുണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് നമ്മൾ കേൾക്കണം. ഒരു പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, റഫീഖ് അഹമ്മദ് ഈ എപ്പിസോഡ് കണ്ടിട്ടായിരിക്കണം ആ പാട്ട്, ലിറിക്സ് അത് തന്നെ എക്സാക്ട്ലി സെയിം. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന ഐഷവിക്ക് തലവേദന എടുക്കേണ്ട ആ സമയത്ത് നബി പനിച്ച് പറിച്ച് തലവേദന എടുത്ത് കിടക്കണം. ഐഷവി എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പൊ നബി ചോദിക്കും, ആയിക്കോട്ടെ, നിനക്ക് തലവേദന എടുത്ത സുഖല്ലേ, നീ മരിച്ചുപോയാൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, ഞാൻ നിസ്കരിക്കും, ഞാൻ മറമാടും, ഇതിന് വലിയൊരു അത്ഭുതം അല്ല, ഇതിന് വലിയ ഒരു സന്തോഷം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും നബി. മരിക്കും എന്നാലും അസുഖം പിടിച്ച് കിടക്കുമ്പോഴുള്ള സംഭവമാണ് പറയുന്നത്. നമ്മളാണ് ചൂടാവില്ലേ, എൻ്റെ ഒരു തലവേദന, എനിക്കിവിടെ തലവേദന എടുക്കും, ഇതാണല്ലോ നമ്മുടെ സ്റ്റൈല് വരിക. അപ്പോ ഐഷ ബീവിനെ തിരിച്ചും കളിയാക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഞാനങ്ങ് മരിച്ചാൽ നിങ്ങൾക്ക് മറ്റേ ഭാര്യമാരടുത്തേക്ക് പോകാലോ എന്ന് പറയണ്ട. എത്ര കൂളായിട്ടാണ് സംഭവം ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ തമാശകളിലും നബി വരുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് നബിയോട് ചോദിക്കുന്നത്, എന്നാണ് ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അപ്പൊ നോർമലി അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് നമ്മളൊക്കെ അങ്ങനെ ചൂടായി പോകും. നബി തിരിച്ചു ചോദിച്ചു, ഡേ ഓഫ് ജഡ്ജ്മെന്റ് നിങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്തത്? അപ്പൊ വേണമെങ്കിൽ നമുക്കത് ട്രോളായിട്ട് എടുക്കാം, പക്ഷെ അയാളും അതായിട്ട് എടുത്തില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിലുള്ളത് ആകെ ഉള്ളത് അള്ളാഹുവിനോടും നബിയോടുള്ള ഇഷ്ടം മാത്രമാണ്, ജെന്യൂൻ ലവ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ടേക്ക് അവേ, ജെന്യൂൻ ലവ്. അപ്പൊ റസൂലുള്ള തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങൾ അയാളുടെ കൂടെ സ്വർഗത്തിലായിരിക്കും. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. നമ്മൾ ഇന്നു മുതലെങ്കിലും നബിയെ വായിച്ചു തുടങ്ങണം, കൂടുതൽ അറിഞ്ഞു തുടങ്ങണം, നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് നബിയോടുടെ കൂടെ നമ്മൾ സ്വർഗത്തിലെത്തണം. അതിന് എല്ലാ അർത്ഥത്തിലും നമുക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്ത് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 20 minutes. അസ്സലാമു അലൈക്കും.
ഇനി ഡിസ്കഷനിലെ സമയം. യെസ് യെസ്, കറക്റ്റ് ടൈമിങ്ങിൽ അത് പ്രവാചകന്റെ മാതൃക തന്നെയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തർ